വെൽക്കം ടു എഡെക്സി ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ റീസണിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പൊ ടോപ്പിക് ഏതാണെന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും അല്ലെ? സംശയിക്കുന്നത് വേണ്ട. നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് ക്യൂബ്സ് ആൻഡ് ഡേയ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ എന്താണ് ക്യൂബ്? ക്യൂബിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ക്യൂബിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് എന്തൊക്കെയാണ്? ക്യൂബിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എന്താണ്? അതുപോലെ ഡൈസ് എന്താണ്? ഡൈസിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്? അതിന് ഡൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ എന്താണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? നമ്മളുടെ ഡൈസിന്റെയും ക്യൂബിന്റെയും ബേസിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്യൂബിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ക്യൂബിന് നമുക്കുള്ളത് 6 ഫേസുകളാണ് ഉള്ളത് അല്ലെ? അതുപോലെ എന്താണ് 12 എഡ്ജസ് ആണുള്ളത്. ഇനി അതിനെന്താണ് 8 കോർണേഴ്സും ആണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്യൂബ് എങ്ങനെയാന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ എല്ലാവരും നമ്മുടെ റൂബിക്സ് ക്യൂബ് കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മളൊക്കെ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പലരും അത് സോൾവ് ചെയ്തിട്ടുണ്ട്, പലർക്കും അത് പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ? അപ്പൊ എന്താണ് ഒരു ക്യൂബിന്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്? ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഡ്രോ ചെയ്യാം അല്ലെ? ക്യൂബായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ക്യൂബ് അല്ലെ? ഇതിന് നമുക്ക് എന്തുണ്ട്? ഒരു 6 ഫേസസ് ഉണ്ട്. അതുപോലെ 12 എഡ്ജസ് ആണുള്ളത്. മാത്രമല്ല 8 കോർണേഴ്സ് ആണുള്ളത് അല്ലെ? ഒരു കോർണർ ഇവിടെ, 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 അതുപോലെ നേരെ അതിന്റെ ഓപ്പോസിറ്റ് എന്തുണ്ട്? അങ്ങനെ 8 കോർണേഴ്സ് ആണ് നമുക്കുള്ളത്. ഇതാണ് ഒരു ക്യൂബിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഡൈസിന്റെ കേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡൈസ് അല്ലെ? ഡൈസിൽ എന്താണ് ഉള്ളത്? ഡൈസിൽ കുറെ ഡോട്ട്സ് ഉണ്ടായിരിക്കും. 1 മുതൽ 6 വരെയുള്ള ഓരോ സൈഡിലും എന്തുണ്ട് അല്ലെ? ഡൈസിനും എന്താണ് 6 ഫേസ് ആണുള്ളത്. ഓരോ ഫേസിലും എന്താണ്? ഇപ്പൊ 1നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 1 എന്ന് പറയുന്ന ഒരു ഡോട്ട് മാത്രം ഉണ്ടാവും. 2നെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഡോട്ടുകൾ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ എന്താണ്? 6നെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 6 ഡോട്ടുകളും ഇട്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഡൈസ് എന്ന് പറയുന്നത്. ഇനി ഡൈസിന്റെ സം, ഓപ്പോസിറ്റ് ഫേസുകളുടെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഈക്വൽ ടു 7 ആണ്. അതായത് 1ന്റെ ഓപ്പോസിറ്റ് 6ഉം 2ന്റെ ഓപ്പോസിറ്റ് എന്താണ് 5ഉം 3ന്റെ ഓപ്പോസിറ്റ് 4ഉം ആയിരിക്കും ഉണ്ടാവുക അല്ലെ? നിങ്ങൾ നോക്കിയാൽ മതി. ജസ്റ്റ് ഒരു ഡൈസ് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി അഡ്ജസന്റ് ആൻഡ് വേഴ്സസ് ഓപ്പോസിറ്റ്. എന്താണ് അഡ്ജസന്റും അതുപോലെ ഓപ്പോസിറ്റും എന്നുള്ളത് നോക്കാം. ഈച്ച് ഫേസ് ഹാഡ് 4 അഡ്ജസന്റ് ഫേസസ് ഷെയറിംഗ് ആൻഡ് എഡ്ജ്. എങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഓരോ ഫേസിലും എന്താണ്? 4 അഡ്ജസന്റ് ഫേസസ് ഉണ്ടായിരിക്കും എന്നാ പറയുന്നത്. അതിന്റെ എഡ്ജുകളെല്ലാം എന്താണ്? ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ? അപ്പൊ അടുത്തെന്ന് പറയുന്നത് അഡ്ജസന്റ് എന്ന് പറയുന്ന ടേമും ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ടേമും. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെയാണ് ഇവിടെ എന്ത് മീനിങ് വരുന്നത്? അഡ്ജസന്റും ഓപ്പോസിറ്റും വരുന്നത്. ഓരോ ഫേസിനും എന്താണ്? അതിൻ്റെതായിട്ടുള്ള ഓപ്പോസിറ്റ് ഫേസസും ഉണ്ടായിരിക്കും. ഇനി ഒരു ഫേസിന് അഡ്ജസന്റ് ആയിട്ട് 4 ഫേസുകളാണ് ഉള്ളത്. ഈ 2 ടേംസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മളുടെ ക്യൂബിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഒരു ക്യൂബ് പെയിന്റ് ചെയ്താൽ വരുന്ന. അതൊന്നും കട്ട് ചെയ്തിട്ട് എടുക്കാം. അത് കട്ട് ചെയ്യണ്ട, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. ഇനി നമ്മുടെ ക്യൂബില് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ക്യൂബിനെ ടോട്ടൽ ആയിട്ട് പെയിന്റ് ചെയ്ത് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം. ഒരു ക്യൂബിനെ നമ്മൾ 3 ഫേസുകളായിട്ട് അല്ലെങ്കിൽ 3 ഡയറക്ഷനാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെ? എങ്ങനെയൊക്കെ? ഇങ്ങനെ കട്ട് ചെയ്യാം എനിക്ക്, അതുപോലെ ഇവിടുന്ന് കട്ട് ചെയ്യാം, അവിടുന്ന് ഇങ്ങോട്ടും കട്ട് ചെയ്യാം അല്ലെ? ഇങ്ങനെ 3 ഡയമെൻഷനിൽ 3 ഡയറക്ഷനിലാണ് എനിക്ക് എന്ത് കട്ട് ചെയ്യാൻ പറ്റുന്നത്? ക്യൂബിന് കട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഓരോ കട്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്താണ്? n+ എന്ന് പറയുന്ന രീതിയിൽ നമ്പർ ഓഫ് പീസസ് നമുക്ക് എന്ത് ഓരോ ക്യൂബുകളായിട്ട് കിട്ടും. ഇതാണ് ഈ ക്യൂബിന്റെ കേസിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അല്ലെ? സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്ക്. ഒരു പെന്ന്, ഈ പെന്നിനെ ഞാൻ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 പീസാണ് കിട്ടുക. വീണ്ടും ഞാൻ ഈ ഒരു പെന്നിനെ ഒരു കട്ട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3 പീസ് കിട്ടും. അങ്ങനെ ഞാൻ n നമ്പർ ഓഫ് കട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? n+1 പീസസ് കിട്ടും. അങ്ങനെ 3 ഡയറക്ഷനിൽ ഞാൻ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് n+1 n+1 എന്ന് പറയുന്ന പോകുന്ന മൾട്ടിപ്പിൾ കിട്ടും. ഓക്കെ, അതായത് n1+1, അതായത് ഞാൻ ഫസ്റ്റ് ഡയറക്ഷനിൽ കട്ട് ചെയ്തു, n കട്ട് ചെയ്തു, എനിക്ക് അവിടെ n+1 പീസസ് കിട്ടി. അതുപോലെ എന്താണ്? സെക്കൻഡ് ഡയറക്ഷനിൽ ഞാൻ കട്ട് ചെയ്തു, n2+1 എന്ന് പറയുന്ന നമ്പർ ഓഫ് പീസസ് എനിക്ക് കിട്ടി. അതുപോലെ തേർഡ് ഡയറക്ഷനിൽ ഞാൻ എന്ത് ചെയ്തു? n3+1 എന്ന് പറയുന്ന കട്ട് ചെയ്തപ്പോൾ എനിക്ക് n3+1 എന്ന് പറയുന്ന നമ്പർ ഓഫ് പീസസ് കിട്ടി. ഇതാണ് നമ്മുടെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. ഇനി
നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒരു എഡ്ജിൽ എത്ര ക്യൂബ്സിൽ പെയിന്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഓൺലി വൺ ഫേസ് മാത്രം പെയിന്റ് ചെയ്തിട്ടുള്ള എത്ര ഫേസുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്ത് നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് നോക്കാം എങ്ങനെ കാണാം എന്നുള്ളത്. ഓക്കെ, ഈ കോർണേഴ്സിൽ മാത്രമാണ് 8 കോർണേഴ്സിൽ മാത്രമാണ് അതിന്റെ 3 ഫേസും പെയിന്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി എന്താണ് എഡ്ജിലാണെന്നുണ്ടെങ്കിൽ 12 into n-2. കാരണം എന്താ? എഡ്ജിൽ മാത്രം വരുന്നത് 12 into n-2. കാരണം നമുക്ക് 12 എഡ്ജുകളാണ് ഉള്ളത്. അതില് 2 എണ്ണം എന്താണ് കോർണർ, അവിടെ 3 എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? പെയിന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ 3 ഫേസുകൾ അവിടെ പെയിന്റ് ചെയ്യും. പക്ഷെ എഡ്ജിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ എന്താണ് 2 ഫേസുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അവിടെ പെയിന്റ് ചെയ്യുന്നുള്ളൂ. ഇനി എന്താണ് ഹൗ വൺ ഫേസ് പെയിന്റഡ്, അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ എന്ത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? 6 into n-2 ഹോൾ സ്ക്വയർ. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ വൺ ഫേസ് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ഇതിന്റെ ഓരോ ഫേസിന്റെ മിഡിൽ പോർഷൻ മാത്രമാണ് വരുന്നത്. കാരണം ഇതിന്റെ എഡ്ജുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ എഡ്ജുകളെല്ലാം മൈനസ് ചെയ്താൽ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് n-2 ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പൊ നമുക്കത് 6 ഫേസുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? 6 ഫേസിൽ നിന്ന് നമ്മൾ എടുക്കണം അല്ലെ. ഓക്കെ, ഇനി നമുക്ക് കാണാൻ ഇന്നർ ക്യൂബ്സ്. എങ്ങനെയാണ് ഇതിന്റെ ഇന്നർ ക്യൂബ്സ് കാണാം? ഞാൻ ഇതിന്റെ എന്ത് ചെയ്യണം? ടോപ്പ് ലെവല് ഞാൻ ക്യാൻസൽ ചെയ്യണം, അതുപോലെ തന്നെയാണ് ബോട്ടം ലെവല് കളയണം. അതിന്റെ ലെഫ്റ്റ്, റൈറ്റ്, ബാക്ക്, ഫ്രണ്ടിലേക്കുള്ള ക്യൂബ്സിനെ ഞാൻ എന്ത് ചെയ്യണം? ഒഴിവാക്കിയാൽ മാത്രമാണ് എനിക്ക് അതിന്റെ ഇന്നർ ക്യൂബ്സ് കിട്ടുക. ഇന്നർ ക്യൂബ്സിന്റെ വാല്യൂ എന്താണ്? n-2 ഹോൾ ക്യൂബ്. ഓക്കെ, ഇതാണ് ഇതിൽ ബേസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരാണ് വരുന്നത്? ഡേയ്സ് ആണെന്നുണ്ടെങ്കിലും 1ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും എന്നുള്ള കണ്ടീഷൻസ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ കുറച്ച് ലോജിക്കായിട്ട് ഫിഗർ വെച്ചിട്ട് അതിന്റെ റൊട്ടേഷനെയും അതുപോലെ അതിനോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള നമ്പേഴ്സിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു? ക്യൂബ്സും ഡൈസും അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസും അതിന്റെ പ്രോപ്പർട്ടീസും ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിട്ടായിരിക്കും വരിക. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പേജ് എന്ത് ചെയ്യണം? ഒന്ന് ഫോളോ ചെയ്യണം അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്കിലോട്ട് ഒന്ന് ജോയിൻ ചെയ്യുക. ആ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണ്? ഡെയിലി നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന നമ്മളുടെ സെഷൻസിന്റെ ലിങ്കുകളും, അതുപോലെ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ ലിങ്കുകളും, ഇനി ഡെയിലി പ്രാക്ടീസുകളും, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും സ്റ്റഡി പ്ലാനും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ്. അപ്പൊ എന്ത് ചെയ്യാം? എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ IP Max ബാച്ചിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്പറിൽ എന്ത് ചെയ്താൽ മതി? ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.